പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ പീഡാസകന വേളയിൽ ധീരത കൊണ്ട് സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നൊരു സ്ത്രീയുണ്ട്. രക്ഷാകര വിശുദ്ധ ചരിത്രത്തിലേക്ക് ഒരു നിമിഷം മാത്രം കടന്നു വന്ന് ഉടനെ തന്നെ അപ്രത്യക്ഷയാകുന്നവൾ. ഒറ്റ വചനം കൊണ്ട് മാത്രം അവിടെ മുഴുവൻ ജീവിതകഥയും ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. മത്തായി 27:19. ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. ഈ ഒറ്റ വാക്ക് മതി അവൾ ആരാണെന്ന് തിരിച്ചറിയുവാൻ. പീലാത്തോസിൻ്റെ ഭാര്യയാണവൾ. ക്രിസ്തുവിനെ നീണ്ട വിചാരണയുടെ വേളയിൽ ഒരിക്കൽ പോലും അവൻ്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല, അവൾ ഒഴിച്ച്. അന്യസമുദായത്തിൽപ്പെട്ട വിജാതിയായ ഒരു സ്ത്രീ, റോമൻ ഗവർണറായ പീലാത്തോസിൻ്റെ ഭാര്യ. സ്വപ്നത്തെ അവൾ ഗൗരവത്തിലെടുത്തു. അതിൽ നിന്ന് ലഭിച്ച വെളിപാടനുസരിച്ച് ന്യായാസനത്തിലിരിക്കുന്ന ഭർത്താവിന് മുന്നറിയിപ്പ് നൽകുവാൻ കരുത്തും കാണിച്ചു. ക്രിസ്തു വന്ന നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് താക്കീത് നൽകിയവൾ. പീലാത്തോസിന് ക്രിസ്തു നീതിമാനാണെന്ന് അറിയാമായിരുന്നു. എങ്കിലും അവനെ മോചിപ്പിക്കുവാനോ അവൻ്റെ പക്ഷത്ത് നിൽക്കുവാനോ കരുത്തില്ലാതെ പോയി ഭീരുവായിരുന്നവൻ. പല വിധത്തിൽ ക്രിസ്തുവിനെ മനഃശിക്ഷയിൽ നിന്നും രക്ഷിക്കുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ നിയമം അനുസരിച്ച് വിധിച്ചു കൊള്ളുവാൻ കൽപ്പിക്കുന്നു. ഹെരോദസിനടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ചമ്മട്ടി കൊണ്ടടുപ്പിച്ച് സഹതാപ തരംഗമുണ്ടാക്കുന്നു. ബറാബസിന് പകരം വിട്ടുകൊടുക്കുവാൻ പരിശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ യഹൂദ പ്രമാണിമാരെ പ്രീതിപ്പെടുത്തുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മനഃശിക്ഷയ്ക്ക് അർഹനല്ല എന്ന തിരിച്ചറിവുണ്ടായിരുന്നിട്ടും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ക്രിസ്തുവിനെ കുരിശിക്ഷ വിധിച്ചുകൊണ്ട് കൈകഴുകുന്ന ഭീരുവായിട്ടവൻ പരിണമിക്കുകയാണ്. തൻ്റെ അധികാര സ്ഥാനത്തിന് കോട്ടം വരാതിരിക്കുവാൻ വേണ്ടി ഏറ്റവും നിഷ്കളങ്കനായ ഒരുവനെ ഇല്ലായ്മ ചെയ്യുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് കുറ്റബോധത്തിൻ്റെ ഭാരം പേറിയ ഭീരുവായിട്ടവൻ തീരുന്നു. നീതി നടപ്പാക്കേണ്ടവൻ ഭീരുത്വം കൊണ്ട് അനീതിയുടെ കൂട്ടവകാശിയായി മാറുന്നു. സത്യം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി നിലയുറപ്പിക്കുവാൻ ആർജവമില്ല എങ്കിൽ ആ അറിവ് വെറും അന്ധതയാണ്. പീലാത്തോസിന് തെറ്റുപറ്റി. അവൻ്റെ ഭാര്യയായിരുന്നു ശരി. ഇസ്രായേൽ ജനത്തിൻ്റെ ആർപ്പുവിളി കേൾക്കുന്നതിന് പകരം അവളുടെ മുന്നറിയിപ്പായിരുന്നു അവൻ അനുസരിക്കേണ്ടിയിരുന്നത്. നമ്മുടെ ജീവിതത്തെ നടുവെ കീറിമുറിച്ച് ക്രിസ്തുവെന്ന സത്യം ഇങ്ങനെ നിലനിൽക്കുക. രണ്ട് സാധ്യതയുള്ളൂ. പീലാത്തോസിനെ പോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അവൻ ഒഴിവാക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയെപ്പോലെ ക്രിസ്തുവിന് വേണ്ടി നിലയുറപ്പിക്കാം. ഒരു ഭീരുവിനെ പോലെ ജീവിച്ച് ജീവിതം പാഴാക്കുന്നതിനേക്കാൾ എത്ര ശ്രേഷ്ഠമാണ് ധീരതയോടെ നിലപാടെടുത്ത് അല്പമാത്ര ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുന്നത്. ആമേൻ.